നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ യുവമോർച്ച നേതാവിനെ MSF പ്രവർത്തകർ കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. രക്ഷാബന്ധൻ കിട്ടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് അന്വേഷിക്കാനെത്തിയ യുവമോർച്ച കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി AP ഹരീഷ് കുമാറിനെയാണ് തലയ്ക്ക് കുത്തേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹക്കീം വധം സത്യഗ്രഹ സമരം 100ാം ദിവസത്തിലേക്ക്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. കവുങ്ങുകളിൽ മഹാളി രോഗം പടരുന്നു, അടക്ക കർഷകർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിൽ യുവമോർച്ച നേതാവിനെ MSF പ്രവർത്തകർ കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. രക്ഷാബന്ധൻ കിട്ടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് അന്വേഷിക്കാനെത്തിയ യുവമോർച്ച കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി AP ഹരീഷ് കുമാറിനെയാണ് തലയ്ക്ക് കുത്തേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം MSF പ്രവർത്തകരെ സ്കൂളിൽ കയറി മർദ്ദിച്ചെന്നാരോപിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ MSF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ബുധനാഴ്ച നടന്ന രക്ഷാബന്ധൻ പരിപാടിയിൽ കെട്ടിയ രാഖിയുമായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്കൂളിൽ ചെന്നപ്പോൾ തൻ്റെ തല കുത്തിപ്പരിക്കേൽപ്പിച്ചതായി ഹരീഷ് കുമാർ പറഞ്ഞു. ഇന്നലെ തൃക്കരിപ്പൂരിലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമൂഹ രക്ഷാബന്ധം നടന്നിരുന്നു. അതിൽ പങ്കെടുത്ത കുട്ടികളുടെ രാഖികളും മറ്റും ഇന്ന് തൃക്കരിപ്പൂർ സ്കൂളിൽ നിന്ന് MSFന്റെ പ്രവർത്തകർ പൊട്ടിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ MSFന്റെ ക്രിമിനലുകൾ ആയുധം വെച്ച് തലക്ക് പറകുന്നടിച്ചതാണ്. അന്വേഷിക്കാൻ ചെന്നപ്പോൾ കുട്ടികളോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ആയുധം വെച്ചടിച്ചതാണ് തലക്ക്. ഹരീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമപ്രവർത്തനങ്ങൾ വെറുതെ നോക്കി നിൽക്കാനാവില്ലെന്നും അക്രമികളെ വെച്ചുപൊറുപ്പിക്കില്ലെന്നും യുവമോർച്ച നേതാവ് TV ഷിബിൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഒരു ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇവിടെ നടത്തുകയായിരിക്കും. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം MSF പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ച് MSF വിദ്യാർത്ഥികൾ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ക്ലാസ്സിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വന്നു ആയുധങ്ങളിൽ ഉപയോഗിച്ച് വെറുതെ ഒരു കാരണമില്ലാണ്ട് മർദ്ദിക്കുകയായിരുന്നു. എന്ത് കാരണം പോലും നമുക്കറിയില്ല. ഇങ്ങനെ വന്ന് വേറെ തല്ലുകയെന്ന്. MSF പ്രവർത്തകരായ UP ഷാഹുൽ ഹമീദ്, MTP മുഫീദ്, മുസമ്മിൽ K എന്നിവരെ തൃക്കരിപ്പൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. ഉപരോധ സമരത്തിൽ നിരവധി നേതാക്കൾ സംസാരിച്ചു. ധർമ്മസമരം 100ാം നാളിലേക്ക്. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ സത്യഗ്രഹം 100ാം ദിവസത്തിലേക്ക്. സമരത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനായി 22-ന് ജനകീയ കൺവെൻഷൻ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സമരസമിതി ഭാരവാഹികൾ. ഹക്കീം വധക്കേസ് കോടതി നിർദ്ദേശിച്ചാൽ CBIക്ക് കൈമാറാമെന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതുകൊണ്ട് മാത്രം കേസന്വേഷണം CBIക്ക് കൈമാറാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും CBI ഏറ്റെടുക്കില്ലെന്ന് കാണിച്ച് ഹക്കീമിന്റെ ഭാര്യ സീനത്ത്, സംയുക്ത സമരസമിതി എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം തങ്ങളുടെ മുൻ നിലപാട് മാറ്റിയത്. കേസിൽ വിശദീകരണം നൽകാൻ കോടതി CBIക്ക് സാവകാശം അനുവദിച്ചിട്ടുണ്ട്.
അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ അന്വേഷണം ഏറ്റെടുക്കില്ലെന്ന് CBI കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. കേസ് CBI ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയും കേന്ദ്ര സർക്കാർ നേരത്തെ നിരസിച്ചിരുന്നു. കേസിൽ ഹൈക്കോടതി അടുത്ത മാസം 7-ന് പരിഗണിക്കും. കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് MPമാരായ P. കരുണാകരൻ, P. K. ശ്രീമതി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും മറ്റും നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. പയ്യന്നൂരിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹ സമരം ആഗസ്റ്റ് 22-ന് 100 തികയുകയാണ്. പയ്യന്നൂരിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹ സമരം ആഗസ്റ്റ് 22-ന് 100 ദിവസം തികയുകയാണ്. കേന്ദ്ര സർക്കാർ കേസന്വേഷണം CBIക്ക് കൈമാറാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ 22-ന് നടക്കുന്ന ബഹുജന കൺവെൻഷനിൽ സമരത്തിന്റെ ഇനിയുള്ള പരിപാടി തീരുമാനിക്കും. ഇത്തരം സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനും സാധ്യത കാണുന്നുണ്ട്. ഒരു പച്ച മനുഷ്യനെ മൃഗീയമായി ചുട്ടുകരിച്ച് ഇല്ലാതാക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. പ്രബുദ്ധമായ പയ്യന്നൂർ ജനത ഒന്നടങ്കം പ്രതിഷേധിച്ചിട്ടും അധികാരിവർഗം ഒട്ടും ഗൗനിക്കുന്നില്ല. 100 ദിവസത്തെ സമരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള ചോദ്യം ഇതാണ്: കൊലയാളികൾ രക്ഷപ്പെടുമോ അതോ ജനങ്ങളുടെ കോടതി അവരെ വിചാരണ ചെയ്യുമോ? കാത്തിരുന്നു കാണാം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സമരപ്പത്തിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. സത്യാഗ്രഹ സമരത്തിന്റെ ശക്തിയും സൗന്ദര്യവും കൊണ്ട് പയ്യന്നൂർ വീണ്ടും ചരിത്രമെഴുതുന്നു. സമാനതകളില്ലാത്ത പോരാട്ടമായി വളർന്നിരിക്കുന്നു പയ്യന്നൂരിൽ സംയുക്ത സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം. 100 നാൾ പിന്നിടുന്ന ഈ ധർമ്മസമരത്തിന്റെ പ്രത്യക്ഷ ഫലം എന്തുതന്നെയായാലും പോരാളികൾക്ക് ജനമനസ്സുകളിൽ ഉള്ളത് ആദരവിന്റെ സിംഹാസനമാണ്. അക്രമാസക്തമാകുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നിലപാടിനോടും അടിച്ചമർത്തലുകളെ അതിജീവിച്ചും ചോരയിൽ കുതിർന്ന സമരമുഖങ്ങൾ തീർക്കുന്ന പോരാളിപ്പടയോടും വ്യത്യസ്ത അളവിൽ യോജിപ്പും വിയോജിപ്പുമുള്ളവർ ഏതു കാലത്തും എവിടെയുമുണ്ട്. എന്നാൽ ഒരു നാടൊന്നാകെ തികച്ചും അഹിംസാ മാർഗത്തിലൂടെ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ക്രൂരമായി അവഗണിച്ച് അപമാനിക്കുന്ന ഭരണകൂട നിലപാടിനെ ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചവർക്കാർക്കും അനുകൂലിക്കാൻ കഴിയില്ല, തീർച്ച. ഈ മുഖവുരയൊന്നും വേണ്ടാത്ത വിധം പയ്യന്നൂരിൽ 100 ദിവസം പിന്നിടുന്ന ഐതിഹാസികമെന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന നീതിക്ക് വേണ്ടിയുള്ള സംയുക്ത സമരസമിതിയുടെ സഹന സമരത്തെക്കുറിച്ച് പറയാനാണ്. 101 വട്ടം ആവർത്തിക്കപ്പെട്ടതുകൊണ്ടും പറഞ്ഞതിനേക്കാളേറെ പ്രബുദ്ധരായ പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ടും ഹക്കീം കൊലക്കേസിന്റെ പ്രാഥമിക വിവരങ്ങൾ വീണ്ടും വിസ്തരിക്കുന്നില്ല. പയ്യന്നൂർ കൊച്ചിയിൽ പവിത്രമായ പള്ളിയങ്കണത്തിൽ ചുട്ടരിക്കപ്പെട്ട നിസ്വനും നിരപരാധനുമായ ഒരു ചെറുപ്പക്കാരന്റെ ഹക്കീമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിന്റെ മണ്ണിൽ ഈ നഗരഹൃദയത്തിൽ കഴിഞ്ഞ 100 ദിനങ്ങളായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരത്തോട്, സത്യഗ്രഹികൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ന്യായമായ ആവശ്യത്തോട് ഗാന്ധിയൻ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം തുടരുന്ന നിഷേധാത്മക നിലപാട് ചുരുങ്ങിയ പക്ഷം ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണെന്നെങ്കിലും പറയാതെ വയ്യ. അഹിംസയും സത്യഗ്രഹവും പവിത്രമായ സമരപാതകളായി ജീവിച്ചു കാട്ടിയ മഹാത്മജിയെ നെഞ്ചേറ്റിയ നാടാണ് പയ്യന്നൂർ. ഒപ്പം ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീര വിപ്ലവകാരികളുടെ പേരിൽ ആവേശം കൊള്ളുന്നവരുടെ നാടുമാണിത്. സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും സ്വാതന്ത്ര്യബോധത്തിനും സാംസ്കാരിക പ്രബുദ്ധതയ്ക്കും മനുഷ്യാവകാശ സംരക്ഷണത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കുമെല്ലാം മറ്റേതൊരു ദേശത്തുള്ളവരെക്കാളും വില കൽപ്പിച്ചിരുന്നവരുടെ നാട്. പട്ടിണിയും ദാരിദ്ര്യവുമുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിതങ്ങൾക്കുമേൽ അരക്ഷിതത്വത്തിന്റെ കാർനിഴൽ വീഴാത്ത വിധം ആരൊക്കെയോ കാവലുണ്ടായിരുന്ന ദേശം. ദേശീയതയും കമ്മ്യൂണിസവും സ്വാശ്രയബോധവും സഹകരണ പ്രസ്ഥാനങ്ങളുമെല്ലാം ചേർന്ന് മാനവികതയുടെ ആത്മാഭിമാനത്തിന്റെ കൊടികൾ വാനോളം ഉയർത്തിപ്പിടിച്ചിരുന്നു ഇവിടെ. എന്നാൽ ഇവയൊക്കെയും പഴങ്കഥയായി മാറുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുകയാണ് ഈ നാടിന്റെ സ്വച്ഛതയ്ക്കുമേൽ കിരാതവാഴ്ച നടത്തിയ കറുത്ത ശക്തികൾ. ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന ദുരധികാര ദല്ലാളന്മാരും നപുംസകത്വം ആടയാഭരണങ്ങളായി അണിഞ്ഞാസ്വദിക്കുന്ന ഭരണാധിപന്മാരും. കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരനായിരുന്ന ഹക്കീം എന്ന ചെറുപ്പക്കാരനെ വിശുദ്ധമായ പള്ളിപ്പറമ്പിൽ തന്നെയിട്ട് കത്തിച്ചവരാരെന്നോ അവർക്കു പിന്നിലെ കറുത്ത ശക്തികളേതെന്നോ 1.5 വർഷത്തിലേറെക്കാലം അന്വേഷിച്ചിട്ടും
നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഹക്കീം എന്ന വെറും ദരിദ്രനായ ചെറുപ്പക്കാരന്റെ ജീവനും ജീവിക്കാനുള്ള അവകാശത്തിന് ഈ അന്വേഷണ സംഘാംഗങ്ങൾ സ്വന്തം കാലിലണിഞ്ഞ ബൂട്ട്സിന്റെ വില പോലും കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അരിംകൊലയോടെ അനാഥമാക്കപ്പെട്ട ഒരു പാവം സ്ത്രീയുടെയും മകന്റെയും ഉള്ളുനുറുങ്ങുന്ന അനാഥത്വവും വിഹുലതകളും അഹിംസാമന്ത്രം സ്വന്തം ഹൃദയത്തിൽ ചില്ലിട്ടുവെച്ച് ആരാധിക്കുന്നവരെന്ന് മേനി പറയുന്ന അഭിനവ ഗാന്ധിയനായ പോലീസ് മന്ത്രിക്കും ഇങ്ങ് പയ്യന്നൂരിലടക്കമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്കും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വിശ്വാസം ഉൾപ്പെടെ വിഭിന്നതകളെല്ലാം മാറ്റിവെച്ച് നീതിക്ക് വേണ്ടി ഒരു നാട് നടത്തുന്ന ധാർമ്മിക സമരത്തിൽ അണിനിരന്ന പരസഹസ്രം മനുഷ്യസ്നേഹികളുടെ, ദേശസ്നേഹികളുടെ ശബ്ദത്തെ നിർലജ്ജം അവഗണിക്കാൻ ഇവിടെ ചിലർക്കെങ്കിലും സാധിക്കുന്നത് എങ്ങനെയാണ്? 100 നാൾ തികയുന്ന തികച്ചും ഗാന്ധിയൻ മാർഗത്തിലുള്ള ഈ സമരത്തെയും അവഹേളിക്കുന്നവരുടെ ലക്ഷ്യമെന്താണ്? നാടിന്റെ പൊതുവികാരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർക്ക് ചരിത്രം കാത്തുവച്ചിരിക്കുന്നത് തിരസ്കാരത്തിന്റെ ചവറ്റുകുട്ടയല്ലാതെ മറ്റെന്തായിരിക്കും? 2015 മെയ് 15 പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിതയായിരുന്നു ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേസ് CBIക്ക് വിടുക എന്ന ആവശ്യമുയർത്തി അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ആദ്യ സത്യഗ്രഹിയായത്. പിന്നീട് സംയുക്ത സമരസമിതി നേതാക്കളായ അത്തായി ബാലൻ, K രാഘവൻ, TTV ലാലു, AV രഞ്ജിത്ത്, വിനോദ് രാമന്തലി, KV ബാബു, P ജയൻ തുടങ്ങി 10ഓളം പേർ നിരാഹാരത്തിൽ കണ്ണിച്ചേർന്നു. ഐതിഹാസികമെന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി ജാതിമത രാഷ്ട്രീയ ലിംഗഭേദം വെടിഞ്ഞ് ലക്ഷങ്ങൾ ഐക്യദാർഢ്യവുമായി സമരവേദിയിൽ പിന്നിട്ട 100 ദിനങ്ങളിലായി ഒഴുകിയെത്തിയിട്ടും കാണേണ്ടവർ മാത്രം കണ്ണു തുറന്നില്ല. ഇവിടെ നിന്നുയരുന്ന നീതിക്കായുള്ള മുറവിളികൾ അധികാര സോപാനത്തിൽ അമർന്നിരിക്കുന്നവരുടെ ഭദ്രതയിൽ തട്ടി നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നിസ്സംഗത പലതരത്തിൽ പടരുന്ന പ്രതിഷേധമായി രൂപപ്പെടുകയാണ്. വഴിതടഞ്ഞും ഹർത്താലാചരിച്ചും പലവിധത്തിൽ നീതിയുടെ ശബ്ദം ദിഗന്ധങ്ങളിൽ ഉയർത്തിയിട്ടും ഭരണകൂടവും പോലീസും ഇനിയും കുംഭകർണ സേവ വിട്ടുണർന്നിട്ടില്ല. അവഗണനയ്ക്കെതിരായി രൂപം കൊള്ളുന്ന ചോരത്തിളപ്പുകളെ രാഷ്ട്രീയ പക്വത കൊണ്ട് മാത്രം ഇനിയും മെരുക്കി നിർത്താനാവുമെന്ന പ്രതീക്ഷയും ക്ഷയിക്കുകയാണ്. അധാർമികളോട് ധർമ്മവഴി സ്വീകരിക്കുന്നതിലെ അധാർമികതയെക്കുറിച്ച് ചോരത്തിളപ്പുകൾ ആലോചിച്ചു തുടങ്ങിയെങ്കിൽ കുറ്റം പറയാനുമാവില്ല. ഇവിടെ സമരപ്പന്തലിലും ചുറ്റിലും പലയിടങ്ങളിലുമായി ഉയരുന്ന ബോർഡുകളിലെ രൂക്ഷതയാർന്ന പരിഹാസവും ക്ഷോഭങ്ങളും മറ്റെന്തിന്റെ അടയാളങ്ങളാണ്? പൊതുവികാരത്തെ ഇത്ര ഹീനമായി അവഹേളിക്കാൻ ഒരു പക്ഷേ പുതിയ കാലത്ത് ഏറ്റവും കൊടിയ ഏകാധിപതിക്ക് പോലും കഴിഞ്ഞെന്നു വരില്ല. ഏകാധിപതികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനവും നീതി നിഷേധവുമാണ് ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്തയച്ച സർക്കാർ പുലർത്തുന്നതെന്ന് പറയേണ്ടി വരുന്നതിലെ ലജ്ജ മറച്ചുവെക്കുന്നില്ല. നീതിക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ലക്ഷ്യം കണ്ടാലുമില്ലെങ്കിലും ഒരിക്കലും പരാജയങ്ങളായിരുന്നില്ലെന്ന ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് മുന്നിലുണ്ട്. ഈ സമരവും ദേശചരിത്രത്തിൽ രജതലിപികളാൽ രേഖപ്പെടുക തന്നെ ചെയ്യും. സത്യഗ്രഹികൾക്ക് എന്നും ജനപക്ഷത്തു നിന്ന് മാത്രം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന നെറ്റ്വർക്ക് ചാനലിന്റെ ഐക്യദാർഢ്യം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. അഡ്വക്കേറ്റ് റഷീദ് കവായി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടന്നു. AP നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. K ജയരാജ്, കല്ലത്ത് രാമചന്ദ്രൻ, P രാഘവൻ, N ഗംഗാധരൻ, KP ശ്രീധരൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അത്തായി പത്മനി എന്നിവർ സംസാരിച്ചു. മാത്തിൽ, ആലക്കാട് ഭാഗങ്ങളിൽ കമുകിന് മഹാളി രോഗം പടരുന്നു.
അടക്ക കർഷകർ ദുരിതത്തിൽ. അടയ്ക്ക കർഷകരിൽ ആശങ്ക പടർത്തിക്കൊണ്ട് കമുകിന് മഹാളി പടരുന്നു. പാകമെത്താത്ത അടയ്ക്ക പൊഴിഞ്ഞു പോവുകയാണ്. ഇതുമൂലം കർഷകർ നിരാശയിലാണ്. മരുന്നടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് കർഷകർ പറയുന്നത്. മരുന്നടിച്ചാലും ഒരു പരിധിവരെ ഇതിന് പ്രതിഫലമില്ല. 3-4 അടി അടിച്ചാൽ പിന്നെ കൃത്യമായിട്ട് ഒരു എന്തെങ്കിലും കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തൊഴിലെടുക്കുന്നവരും ഭയങ്കര ദയനീയ അവസ്ഥയാണ്. മഴയാണെങ്കിൽ അടിക്കാനും കഴിയില്ല. മരുന്ന് കലക്കി വെച്ചെടുത്തുനിന്ന് മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. കാർഷിക വില തകർച്ചയ്ക്കൊപ്പം വിളകൾക്ക് നാശം കൂടി വരുന്നത് കർഷകർക്ക് കൂനിന്മേൽ കുരുവെന്ന പോലെ ആവുകയാണ്. കൃഷിഭവനും കാര്യമായി ഒന്നും ചെയ്യുന്നുമില്ല. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടക്ക കർഷകർ. +2 വിദ്യാർത്ഥിയെ കണ്ണപുരം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാരോപിച്ച് SFI DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DYFI അഖിലേന്ത്യാ അംഗം PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ചെറുകുന്ന മുണ്ടപ്പുറത്തെ +2 വിദ്യാർത്ഥി ഫഹദിനെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് കണ്ണപുരം പോലീസ് പിടികൂടിയിരുന്നു. ഫഹദിനെ കണ്ണപുരം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാരോപിച്ചാണ് DYFI SFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ചെറുകുന്ന് തറയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PP ദിവ്യ പറഞ്ഞു. PP ഷാജിർ, PP സജിത്ത്, K സുമേഷ്, ശ്രീരാഗചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കയ്യിലെ ആയുധങ്ങളായി മാറിയിട്ടുണ്ട്. ചിങ്ങമാസത്തിലെ നട്ടുച്ച വെയിലിൽ സ്കൂൾ ഗ്രൗണ്ടിൽ അണിനിരന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞത് 15ഓളം ശാസ്ത്ര സത്യങ്ങൾ. തൃക്കരിപ്പൂർ PPPM KPS DHSSലെ വിദ്യാർത്ഥികളാണ് അത്യപൂർവമായ സൗര ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്കൂൾ ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ തയ്യാറാക്കിയ നിഴൽ യന്ത്രത്തിന് ചുറ്റും വിദ്യാർത്ഥികൾ കൃത്രിമ സൗരയൂഥം തീർത്തുകൊണ്ടാണ് അപൂർവ ഗവേഷണം നടത്തിയത്. സൗരയൂഥത്തിൽ 8 സഞ്ചാരപഥങ്ങളിലായി വിദ്യാർത്ഥികൾ അണിനിരുന്നപ്പോഴേക്കും എല്ലാവരുടെയും വാച്ചിൽ സമയം 12 മണി. ഈ സമയത്ത് സൂര്യൻ കുട്ടികളുടെ തലയ്ക്ക് മുകളിൽ നിന്നും കിഴക്ക് ജാർഖണ്ഡിലൂടെ കടന്നുപോകുന്ന ഇന്ത്യൻ മാനക രേഖാംശ രേഖയുടെ മുകളിലായിരുന്നു. ഈ സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 12 മണി ഉച്ച എന്ന് വിദ്യാർത്ഥികൾ സ്വന്തം വാച്ച് നോക്കി മനസ്സിലാക്കിയത്. തുടർന്ന് വീണ്ടും നിഴൽ നിരീക്ഷിച്ച് സൂര്യൻ നേർത്തലയ്ക്ക് മുകളിൽ വരുന്ന സമയം കണക്കാക്കുന്നതിനായി പരീക്ഷണം തുടർന്നു. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ സൂര്യൻ കാസർഗോഡ് ജില്ലയുടെ നേർമുകളിൽ വരുന്നത് ആഗസ്റ്റ് 20-നാണ്. ഈ ദിവസം കാസർഗോഡ് ജില്ലയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. ഈ ദിവസം ഇവിടെ രാപ്പകലുകളുടെ ദൈർഘ്യം 12 മണിക്കൂർ വീതമായിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രാദേശിക വിഷുവം. ഗ്രീഷ്മ ഋതുകാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ദിവസം ആഗസ്റ്റ് 20-ആണ്. സൂര്യൻ ഇന്ത്യൻ മാനക രേഖാംശത്തിന് നേർമുകളിലെത്തുന്ന സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇതാണ് എല്ലാവരുടെയും വാച്ചിൽ കാണിക്കുന്ന സമയം. തുടങ്ങി 15ഓളം ശാസ്ത്രസത്യങ്ങളാണ് വിദ്യാർത്ഥികൾ പരീക്ഷണത്തിലൂടെ അനുഭവിച്ചറിഞ്ഞത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CA ഓഫ് പോലീസ് KE പ്രേമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അജിത, മദർ PTA പ്രസിഡന്റ് സുഹറ, കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ MP രാഘവൻ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷൗക്കത്ത് C, തൃക്കരിപ്പൂർ ടൗൺ JC സംഘം കൃഷ്ണപ്രസാദ് KV, തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കീർത്തി മോൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. CM രവീന്ദ്രൻ നായർ സ്വാഗതവും സുരേഷൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഓണ വിശേഷങ്ങളിലേക്ക്. ഓണക്കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ ചിതറിക്കിടക്കുന്ന മുത്തുകൾ പോലെ കടും നീലനിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂവിനെ കുറിച്ചാണ് ഇന്ന് ഓണപ്പൂത്താലത്തിൽ. മുത്തുകൾ പോലെ ചിതറിക്കിടക്കുന്ന കടും നീല നിറത്തിലുള്ള കാക്കപ്പൂവ് തന്റെ നിറസൗന്ദര്യം കൊണ്ട് ആരുടെയും മനം കവരും. അതുകൊണ്ട് തന്നെ അത്തപ്പൂക്കളത്തിൽ പ്രധാനിയായും കാക്കപ്പൂവിനെ പരിഗണിച്ചു വരുന്നു. അത്തപ്പൂക്കളിലെ വർണ്ണസമന്വയത്തിൽ ഒറ്റനോട്ടത്തിൽ തന്നെ ആരുടെയും ശ്രദ്ധ കവരാൻ കഴിയുമെന്നതാണ് കാക്കപ്പൂവിനെ പ്രിയങ്കരിയാക്കുന്നത്. ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സജീവ സാന്നിധ്യവുമാണ് കാക്കപ്പൂ. കാക്കപ്പൂവിന്റെ 2 വൈവിധ്യങ്ങളാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഒന്ന് വയലറ്റ് നിറത്തിൽ കുഞ്ഞുപൂക്കൾ ഉണ്ടാകുമ്പോൾ മറ്റൊന്ന് വെണ്ടയുടെ സ്പീഷീസിൽപ്പെടുന്ന വെണ്ടയുടേതുപോലെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന സസ്യമാണ്.
ലെന്റിബുലാറിയേസിയ കുടുംബത്തിൽപ്പെട്ട കാക്കപ്പൂവിന്റെ ശാസ്ത്രനാമം മൂടിക്കുലേറിയ റെറ്റിക്കുലേറ്റ എന്നാണ്. മാടായിപ്പാറയിൽ ഒരു പുൽത്തകിടിയാകെ പുഷ്പിച്ചു നിൽക്കുന്ന കാക്കപ്പൂക്കൾ അതിമനോഹരമായ ദൃശ്യാനുഭവം തന്നെയാണ്. ഇനി ഓർമ്മയിലെ ഓണം. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര തന്റെ ബാല്യകാല ഓണം ഓർത്തെടുക്കുകയാണ് ഓർമ്മയിലെ ഓണത്തിൽ. ഓണപ്പൂക്കൾ തേടി ദൂരങ്ങൾ താണ്ടിയ ഓർമ്മയാണ് ഓണത്തെക്കുറിച്ച് കലാകാരന്റെ മനസ്സിൽ ആദ്യം എത്തുന്നത്. പ്രകൃതിയിൽ നിന്നു തന്നെയാണ് അന്നത്തെ തലമുറ ഓണത്തിന്റെ വര പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. ഓണപ്പൂക്കൾ ശേഖരിക്കാനായി ദൂരങ്ങൾ താണ്ടിയ ഓർമ്മയാണ് തന്റെ ബാല്യകാല ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ KKR വെങ്ങരയ്ക്ക് ആദ്യം ഓർത്തെടുക്കാനുള്ളത്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓണത്തെ സംബന്ധിച്ച് സാധാരണ വടക്കേ മലബാറിലെ ഒരു വറുതിക്കാലത്താണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം കടന്നുപോയത്. അപ്പോഴേ ഓണസദ്യയും ഓണനിലാവും ഓണക്കോടിയൊക്കെ എല്ലാ കുട്ടികളെയും പോലെ നമ്മുടെ ഒരു മോഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഓണം എത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചത് പ്രകൃതിയാണ്. ഓണക്കാലത്ത് പ്രകൃതി അണിയുന്ന വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു ശോഭ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തൊടിയിലുമുള്ള പൂക്കളുടെ വൈവിധ്യങ്ങൾ, സസ്യങ്ങളുടെ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം പൂക്കളം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടെയെന്ന് കിട്ടുക എന്ന് നമ്മൾ അന്വേഷിക്കുമായിരുന്നു. ഈ അന്വേഷണം ഒരുപക്ഷെ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ പ്രകൃതിയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുവാനും അതിൻ്റെ വർണ്ണവൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മാടായിപ്പാറയൊക്കെ നീലമയാർന്ന മാടായിപ്പാറയും ചൂളിക്കുന്നും അതുപോലെ ചമ്പലക്കുണ്ടുപുഴയുടെ ഈ ഓരങ്ങളും വയലുകളൊക്കെ തന്നെ നമ്മൾ ഈ പൂ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഓണം എന്നത് കച്ചവടത്തിൻ്റെ ഒരു കാലമാണ്. ഇന്ന് നമുക്ക് പൂക്കളം തീർക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ നമ്മൾ പൂക്കളോട് എത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ കച്ചവടത്തിന് ചെയ്യുന്നൊരു പൂവ് വാങ്ങുമ്പോൾ സത്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രകൃതിയെ നമ്മൾ അറിയുന്നില്ല എന്നതാണ് കാര്യം. അന്നത്തെ കുട്ടികൾക്ക് ഓരോ കാര്യം അറിയാൻ പറ്റും. അതൊരു പാഠമാണ്. ഒരു അനൗപചാരിക വിദ്യാഭ്യാസം പ്രകൃതിയെക്കുറിച്ച് ഓണക്കാലം ഓരോ കുട്ടിക്ക് നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഒറ്റമുറിയിലും ഒരു TV-യിലും ഒരു സോഫയിലും കച്ചവട പരസ്യങ്ങളുടെ ബഹളങ്ങളിലൊക്കെ ആയിട്ട് ഓണം മാറിയിരിക്കുന്നു. ഇനി നമുക്കതിൽ മോചനം നേടാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മുടെ ജീവിത രീതി മാറിയിരിക്കുന്നു. എങ്കിലും ഓരോ ഓണക്കാലം നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറ ഒക്കെ എങ്കിലും ഇങ്ങനെയൊക്കെ അയവർക്കാൻ പറ്റുന്നു. അടുത്ത തലമുറക്ക് വീണ്ടും ഒരു ജഡമായിട്ടുള്ള ഓർമ്മകളായിട്ട് ഈ ഓണം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഒരു വിഭാഗം മാത്രം ആഘോഷിച്ചിരുന്ന ഓണം ഇന്ന് കച്ചവടവും കൂടി ഇതിൻ്റെ കൂടെ കലരുമ്പോഴൊരു വലിയ ജനവിഭാഗത്തിൻ്റെ തന്നെ ഓണമായിട്ട് പരിണമിക്കുന്ന എന്നൊരു ഗുണപരമായിട്ടുള്ള മാറ്റം കൂടി ഈ ഓണം നമുക്ക് നൽകുന്നുണ്ട്. അന്നത്തെ ആ യാത്രയിൽ പുതിയ സൗഹൃദങ്ങൾ ഉടലെടുത്തിരുന്നു. ഒപ്പം പ്രകൃതിയെക്കുറിച്ച് ഒരു അനൗപചാരിക വിദ്യാഭ്യാസമാണ് ഇത്തരം യാത്രകളിലൂടെ അന്നത്തെ കുട്ടികൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഒരു വിഭാഗത്തിന്റെ മാത്രമായിരുന്ന ഓണത്തെ ഇന്നത്തെ വാണിജ്യവൽക്കരണം കൂടുതൽ ജനകീയമാക്കിയെന്ന അഭിപ്രായവും ഇദ്ദേഹത്തിനുണ്ട്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓണ നക്ഷത്രത്തിലൂടെ ഗംഗാധരൻ മാസ്റ്റർ. ചിത്തിരയെക്കുറിച്ചാണ് ഇന്നത്തെ ഓണ നക്ഷത്രത്തിൽ. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. ചന്ദ്രൻ കന്നി നക്ഷത്രഗണത്തിൽ കാണാൻ കഴിയുന്ന ഒറ്റ നക്ഷത്രമാണ്. ഒരു വലിയ നീല നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രമായിട്ട് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്പൈക്ക എന്നാണ് ഇതിൻ്റെ പേര്. ഈ നക്ഷത്രത്തിന് വളരെയേറെ പ്രാധാന്യമാണ് നമ്മൾ കൽപ്പിക്കുന്നത്. കാരണം ദക്ഷിണ അർദ്ധഗോളത്തിലെ ശ്രദ്ധേയമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് സ്പൈക്ക അഥവാ ചിത്തിര. ഒരു ഉപരിതല താപനില വളരെ കൂടിയ ഒരു നക്ഷത്രം കൂടിയാണ് ചിത്തിര. ഈ ചിത്തിരയുടെ തൊട്ടരികിലാണ് ഇന്ന് നാം ചന്ദ്രനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ജന്മനക്ഷത്രം ചിത്തിര എന്ന് പറയുന്നത്.
ഈ നക്ഷത്രത്തിന് സമീപത്തുകൂടി നാളെ ചോതി എന്ന് പറയുന്ന ബോട്ടിസ് എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ അടുത്തേക്കാണ് ചന്ദ്രൻ നീങ്ങാൻ പോകുന്നത്. ഏതാണ്ട് ഇന്ന് 24 മണിക്കൂറോളം അല്ലെങ്കിൽ 60 നാഴികയോളം ചന്ദ്രൻ ഈ ചിത്തിര നക്ഷത്രത്തിൻ്റെ സമീപത്താണ് ഉണ്ടാവുക. ഈ നക്ഷത്രത്തിൻ്റെ തൊട്ടരികിലൂടെയാണ് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 23-ാം തീയതി നമ്മൾ സൂര്യൻ്റെ സ്ഥാനം നിരീക്ഷിക്കുകയാണെങ്കിൽ സൂര്യൻ ഈ ചിത്തിര നക്ഷത്രത്തിന് സമീപത്തുകൂടി ചിത്തിര ഞാറ്റുവേലയിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കടക്കുന്നു. ഈ ദിവസം നമുക്ക് രാവും പകലും തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ശരത്ത് വിഷു അല്ലെങ്കിൽ വെർണൽ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ ഏറ്റവും ശ്രദ്ധേയമായ നക്ഷത്രം എന്നുള്ള നിലയിൽ ചിത്തിര നക്ഷത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചിത്തിര നക്ഷത്രത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് സന്ധ്യയോടുകൂടി ചന്ദ്രൻ്റെ സ്ഥാനം കണക്കാക്കിയാൽ മതി. ചന്ദ്രൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് കാണുന്ന ശ്രദ്ധേയമായ നീല നക്ഷത്രം കാണാൻ കഴിഞ്ഞാൽ അതാണ് എല്ലാവരും എന്നും പരാമർശിക്കുന്ന ചിത്തിര നക്ഷത്രം. എല്ലാവരോടും ഈ നക്ഷത്രത്തെ നിരീക്ഷിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. CPIM പെരളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കൃഷി ശ്രദ്ധേയമാവുന്നു. പെരളം കുഴമതിൽ 50 സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പച്ചക്കറി കൃഷി ഒരുങ്ങുന്നത്. തരിശുഭൂമിയിൽ 50 സെന്റ് സ്ഥലത്ത് തികച്ചും ജൈവരീതിയിലാണ് കൃഷി. വഴുതിന, കപ്പ, വെണ്ട, തക്കാളി തുടങ്ങിയവയെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. ഓണക്കാലത്ത് വിളവെടുത്ത് ഇവിടെ തന്നെ വിപണനം നടത്തുവാനാണ് സംഘാടകരുടെ ലക്ഷ്യം. പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വില്ലേജ് കമ്മിറ്റിയും ഈ പച്ചക്കറി കൃഷി തുടങ്ങിയത്. അതിൽ പ്രധാനമായിട്ട് വർഷക്കാല പച്ചക്കറി പെരളം പ്രദേശങ്ങളിൽ പ്രായോഗികമല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരീക്ഷണം നിലക്ക് കുറച്ച് വഴുതന, വെണ്ട, മുളക്, പച്ചമുളക്, കുറച്ച് തക്കാളി എന്നിവ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പി ഗോവിന്ദൻ, വി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. മറ്റ് വാർത്തകളിലേക്ക്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകുന്നു. പ്രദേശം ദുർഗന്ധപൂരിതമാണ്. നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കക്കൂസ് മാലിന്യങ്ങളാണ് മാസങ്ങളായി റോഡിലേക്കും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒഴുകുന്നത്. കക്കൂസ് നിറഞ്ഞ മാലിന്യവും മലിനജലവും ഒഴുകുകയാണ്. നിരവധി യാത്രക്കാർ എത്തുന്ന പഴയങ്ങാടിയിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയുയർത്തുകയാണ് ഇത്. ബന്ധപ്പെട്ട അധികാരികളോടും കെട്ടിട ഉടമയോടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജനങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പും മൗനം പാലിക്കുകയാണ്. ഇത് കുറച്ച് 1-2 ആഴ്ചയായി ഇതിങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ വരുന്നത്. മുകളിലത്തെ വെള്ളം എന്നാണ് പറയുന്നവർ ഓവർഫ്ലോ ആയിട്ട് വരുന്ന സംഭവം എന്നാണ്. അപ്പോൾ ഒരാളോട് ഇതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തീരുമാനമൊന്നും ആയിട്ട് കാണുന്നില്ല. എന്നാണ് ഇനിയിപ്പം മനക്ക് പറയാൻ കഴിയും. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് പൊതുജന അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPM നരീക്കാംവള്ളി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബമായ കപ്പണക്കാൽ ആശയുടെ വീടിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയായി. കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രവൃത്തി നടത്തിയത്. ഭർത്താവിന്റെ അകാല വിയോഗം ദുരിതത്തിലാഴ്ത്തിയ കുടുംബത്തിന് സഹായഹസ്തവുമായാണ് CPIM നരീക്കാംവള്ളി ബ്രാഞ്ച് രംഗത്തെത്തിയത്. 1 മാസം മുൻപാണ് ആശയുടെ ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചത്. സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ട് അതിന്റെ പണികൾ പാതി വഴിയിലെത്തിയപ്പോഴാണ് മരണം ആശയുടെ ഭർത്താവിനെ കീഴടക്കുന്നത്. ആശയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം തനിച്ചായി പാതി വഴിയിലായ വീടുമായി പകച്ചു നിൽക്കുമ്പോഴാണ് വീടിന്റെ കോൺക്രീറ്റ് പണികൾ ഏറ്റെടുത്ത് CPIM രംഗത്തെത്തിയത്. പാതി വഴിയിൽ നിലച്ചിരുന്ന കോൺക്രീറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. നിരവധി പേർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. IRPC ചെറുതാഴം ലോക്കൽ ഗ്രൂപ്പ് മുതിർന്ന പൗരന്മാരുടെ സംഗമവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ സാധിച്ചു? കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിൽ പോയാലും ഇവിടെ പണ്ട് കൃഷ്ണപിള്ള വന്നിരുന്നു. കൃഷ്ണപിള്ളയുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ പ്രദേശത്ത് ആളുകൾ പങ്കെടുത്തിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ രോമം എഴുന്നു നിൽക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചത്. പരിപാടിയുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ MV രവി അധ്യക്ഷനായി. TV പത്മനാഭൻ, VV പ്രീത, MV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. P ദാമോദരൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. 150ഓളം വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. IT കോളനിയിലെ തെരുവ് വിളക്കുകൾ കാര്യക്ഷമമാക്കി. പ്രവൃത്തിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ IT നിർവഹിച്ചു.
IT കോളനിയിൽ പീസ് ഇന്റർനാഷണൽ സ്കൂൾ നടപ്പിലാക്കുന്ന കാരുണ്യം പദ്ധതിയുടെ ഭാഗമായുള്ള തെരുവ് വിളക്കുകൾ കാര്യക്ഷമമാക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ഷംസുദ്ദീനായിട്ട് നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ AGC ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. ടീച്ചർ ഇൻചാർജ് നജീബ സുലൈമാൻ, അക്കാദമിക് കോർഡിനേറ്റർ K മനോരമ, നല്ലപാടം കോർഡിനേറ്റർ PK നസ്രത്ത്, അസ്മീൻ മർഖാൻ, P മുഹമ്മദ് അലി, E ലക്ഷ്മണൻ, പ്രദീപൻ എന്നിവർ സംബന്ധിച്ചു. കോളനിയിലെ നിർധനരായ 3 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുമെന്നും ജംഗ്ഷനിൽ ബസ് യാത്രക്കാർക്ക് ഇരിപ്പിടം ഒരുക്കുമെന്നും മെമ്പർ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിൽ പുത്തൻ ഉണർവ് പകരുന്ന മടക്കര തുറമുഖം വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കൻ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് പുതിയ തുറമുഖത്തിന് ഒരുക്കിയിട്ടുള്ളത്. അഴിമുഖത്ത് 833, 803 എന്നിങ്ങനെയുള്ള മീറ്ററുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ലേലപ്പുര, സംരക്ഷണ ഭിത്തി, റെക്ലമേഷൻ, ഗിയർ ഷെഡ്, ക്യാന്റീൻ, ഗസ്റ്റ് ഹൌസ് തുടങ്ങിയ വൻ ഒരുക്കങ്ങളാണ് തുറമുഖത്തിലുള്ളത്. 365 പരം മത്സ്യബന്ധന യാനങ്ങൾ അടുപ്പിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്. 29.6 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് തുറമുഖം. തുറമുഖം നാടിനെ സമർപ്പിക്കുന്നതോടെ മടക്കരയുടെ മുഖച്ഛായ തന്നെ മാറും. 5000-ഓളം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ സാധ്യതയും ഈ തുറമുഖം വഴി ഉണ്ടാകും. 6 ഏക്കർ 34 സെന്റ് ഭൂമിയിലാണ് തുറമുഖം കിടക്കുന്നത്. പുതിയ തുറമുഖം വരുന്നതോടെ മടക്കരയിലെ പഴയ തുറമുഖം ബോട്ടുകൾ നങ്കൂരമിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമായി മാറും. ഓഗസ്റ്റ് 21 രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി K ബാബു അധ്യക്ഷത വഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. K കുഞ്ഞിരാമൻ MLA, A റഹീം ഹാജി, മുമ്പത്ത് ഗോവിന്ദൻ, V നാരായണൻ, K ബാലകൃഷ്ണൻ, K കേളൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് പെരുമ്പയുടെ ഉദ്ഘാടനവും മെമ്പർമാരുടെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും ICU ആംബുലൻസിന്റെ സമർപ്പണവും പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്നു. പെരുമ്പ ലയൺസ് ക്ലബിന്റെ ആദ്യത്തെ സേവന പദ്ധതിയായ സാറ്റലൈറ്റ് വഴി ബന്ധിപ്പിച്ചിട്ടുള്ള ICU ആംബുലൻസിന്റെ ധാരണാപത്രം BKM ഹോസ്പിറ്റൽ MD ഡോക്ടർ മൂസൂട്ടിക്ക് ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K ദാമോദരൻ CNJF കൈമാറി. ICU ആംബുലൻസ് ഞങ്ങൾ ഇവിടെ ഇറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ഡോക്ടറുടെയും നേഴ്സിന്റെയും ആവശ്യം വളരെ അത്യാവശ്യമായതിനാൽ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞങ്ങൾ പലരെയും സമീപിച്ചപ്പോൾ ചടങ്ങിൽ വെച്ച് ദേശീയ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫിയെ ആദരിച്ചു. പ്രസിഡന്റായി മുഹമ്മദ് ഇക്ബാൽ MMV, സെക്രട്ടറി K നാഫിർ, ട്രഷററായി TP നാസർ എന്നിവരെയും 40 അംഗ മെമ്പർമാരെയും തിരഞ്ഞെടുത്തു. P ജാഫർ, P രതീഷ് കുമാർ, ഡെന്നീസ് തോമസ്, CA ശിവപ്രസാദ്, K ദാമോദരൻ, വിനീഷ് വിദ്യാധരൻ, C ബാലൻ എന്നിവർ പ്രസംഗിച്ചു. 39 വയസ്സുകാരിയുടെ വയറ്റിൽ നിന്നും 8 കിലോ തൂക്കമുള്ള മുഴ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നത്. പയ്യന്നൂരിലെ സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ ശ്യാമള മുകുന്ദനാണ് ഏറെ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ മുഴ പുറത്തെടുത്തത്. കാലിന് നീര് വന്നതിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ സ്ത്രീയുടെ വയറ്റിൽ സ്കാനിങ്ങിലൂടെ മുഴ കണ്ടെത്തുകയായിരുന്നു. 4.5 മണിക്കൂർ ശസ്ത്രക്രിയയിലൂടെ അണ്ഡാശയത്തിലെ മുഴയും ഗർഭപാത്രത്തിലെ മുഴയുമാണ് നീക്കം ചെയ്തത്. ഏകദേശം 8 കിലോ തൂക്കം വരുന്നുണ്ട്. വയറ്റിൽ വെച്ച് മുഴ പൊട്ടിയിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരികയാണ്. IRPC കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. CV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് വയോജന സംഗമവും ആയുർവേദ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടന്നത്. CV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ KV വാസു, K പത്മനാഭൻ, ശ്യാമള MV എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് VRV 7 നേതൃത്വം നൽകി. ഈ മനോഭാവം ഉണ്ടാവണമെങ്കിൽ ഈ കുടുംബം എന്റേതാണ്, ഈ നാട് എന്റേതാണ്. ഈ നാട്ടിൽ ഇത്തരം അസമത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ വരുമ്പോൾ ചടങ്ങിന്റെ ഭാഗമായി വയോജനങ്ങൾക്കുള്ള ഓണക്കോടി വിതരണവും നടന്നു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം വിദ്യാഭ്യാസ സമിതിയുടെയും മരിച്ചുപോയവരുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ അവാർഡുകളുടെയും വിതരണവും അനുമോദനവും ക്ഷേത്ര പരിസരത്ത് നടന്നു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം വിദ്യാഭ്യാസ സമിതിയുടെയും മരിച്ചുപോയവരുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകളും സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു.
വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി. നീലേശ്വരം SNTTI റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അനുമോദന പ്രസംഗം നടത്തി. അന്തിത്തിരിയൻ തൈവളപ്പിൽ നാരായണൻ അവാർഡ് വിതരണം ചെയ്തു. വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി M വേണുഗോപാലൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കെ ഗംഗാധരൻ, കെ വിജയൻ മാസ്റ്റർ, കുമാരൻ മാസ്റ്റർ, തമ്പാൻ കണ്ണംകുളത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നീലേശ്വരം SNTTI റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അനുമോദന പ്രസംഗം നടത്തി. കേരള വില്ലേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രഥമ സംരംഭം മൈ സ്വീറ്റ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. ബേബി നിരഞ്ജന ഉദ്ഘാടനം ചെയ്തു. കാങ്കൂൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ ദീപം തെളിയിച്ചു. സിമന്റ് സ്റ്റീൽ സെക്ഷൻ വാർഡ് മെമ്പർ EPV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന KEWSA കണ്ണൂർ ജില്ലാ ട്രഷറർ KP പരമേശ്വരൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല ടീച്ചർ ഉപഹാര വിതരണം നടത്തി. നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ MV ദീപു, EW&SA CATU പെരിങ്ങോം ഏരിയ സെക്രട്ടറി M സതീശൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. നിരവധി പേർ സംബന്ധിച്ചു. ഇനി കാണാം മാറ്റുലി. 2 വീലറിൽ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ കേരളത്തിലെ ബൈക്ക് യാത്രക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഒരു ലിഫ്റ്റ് ചോദിച്ചു പോയാൽ ഇതാ വഴിവക്കിൽ നിന്ന് ഒരാളെ അതിനകത്ത് കയറണമെങ്കിൽ ഇനി ഹെൽമെറ്റും കൊണ്ട് നടക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ചെറുപ്പക്കാർ അതുപോലെ മറ്റുള്ള യാത്രക്കാരും ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾക്കറിയാം, ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് ആ യാത്രക്കാരൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിലും അത് കർശനമായിട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചില നിയമങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റായാലും കേന്ദ്ര ഗവൺമെൻറ്റായാലും ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത്. ബാക്കിലിരിക്കുന്ന ആൾ കൂടി ഹെൽമെറ്റ് നിർബന്ധമാക്കാനുള്ള ഈ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതൊരു വല്ലാതെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് അത്യാവശ്യമായി പോകണം, ഒരു ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടി പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിയമാവലിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേശം എല്ലാം ജനദ്രോഹപരമായ നടപടികളാണ്. ബാക്കിൽ ഇരിക്കുന്നവർക്കും ഹെൽമെറ്റ് ധരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു അപകടം പറ്റുമ്പോൾ ഒരു രക്ഷപ്പെടാനൊരു മാർഗ്ഗമാണ്. അതുകൊണ്ട് അവർക്കും കൂടി ഹെൽമെറ്റ് നിർബന്ധമാക്കാം. അപകടം നടന്ന ആക്സിഡൻറ്റ് നടന്നതിൽ ഒട്ടുമുക്കാലും അപകടങ്ങൾ കൂടുതലുണ്ടായിരിക്കുന്ന പുറകുനിന്ന് തെറിച്ച് വീണ് ഉണ്ടായിരിക്കുന്ന അപകടങ്ങളാണ്. അപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കും നിർബന്ധമായിട്ടും ബാക്കിലിരിക്കുന്ന പ്രത്യേകിച്ചിട്ട് എന്തായാലും ഹെൽമെറ്റ് വേണം തന്നെയാണ് അഭിപ്രായം. കാരണം രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രം ഹെൽമെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്ക് അപകടം കൂടുതൽ സാധ്യത കൂടുതലാണ് അപകടം നടക്കുന്നത്. വണ്ടി ഓടിക്കുന്ന ആളെ അതേ സുരക്ഷിതത്വം ബാക്കിലിരിക്കുന്ന ആൾക്കും വേണം. തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കിയിട്ട് ഇപ്പം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുമാതിരി തന്നെ എല്ലാവർക്കും ഈ മദ്യപിച്ച് ഓടിക്കുന്നവർക്കും എല്ലാവരും ഒരേ ശിക്ഷ എല്ലാവർക്കും വേണം. പക്ഷേ ഇന്നിപ്പോൾ സമൂഹത്തിൽ കാണുന്നത് ഭാര്യ ഭർത്താവ് അവരുടെ കൂടെ 1-2 കുട്ടികളെ മുമ്പിൽ ഇരുത്തിയിട്ട് പോകുന്നത് വാസ്തവത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ദയനീയമായ കാഴ്ചയാണ്. 2 കുട്ടികളെ എടുത്തുകൊണ്ട് അമ്മ പിന്നിൽ ഇരുന്നിട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ ഹെൽമെറ്റ് ധരിക്കണം, നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ളത് പിന്നെ തീർച്ചയായും വേണമെന്ന് തോന്നും. പക്ഷേ ഈ കുട്ടികളും ഹെൽമെറ്റ് ധരിക്കണോ അല്ല പിന്നിലിരിക്കുന്ന ഒരാൾ മാത്രം ധരിച്ചാൽ മതിയോ എന്നുള്ളത് ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ്. അവരെ സുരക്ഷിതത്വം നമ്മൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടം ഇതിലേക്കാണ് പോലും. അതുകൊണ്ട് എന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിൾ പോകുമ്പം നമ്മളെ അവരെ മാത്രമല്ലാതെ അന്യരെ പരമാവധി മോട്ടോർ സൈക്കിൾ കയറ്റുന്നത് ഒഴിവാക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ യാത്ര സുഖമായി മറ്റുള്ളവർക്ക് ഈ ബാക്കിൽ കയറ്റിയവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ മോട്ടോർ സൈക്കിൾ സാധാരണക്കാരൻ മോട്ടോർ സൈക്കിൾ പോകുന്ന സാധാരണക്കാരൻ അതിന് ഉത്തരം പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരും. അറിയിപ്പുകൾ. രാമന്തള്ളി കൃഷിഭവനിൽ നിന്നും സൗജന്യ വിതരണത്തിനായി കറിവേപ്പില, മുരിങ്ങ തൈകൾ എത്തിയിരിക്കുന്നു. തൈകൾ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. കരിവള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ഓഗസ്റ്റ് 22-ന് ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പ്രവൃത്തി പരിചയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
കരിവള്ളൂർ A1 ലൈബ്രറിയിൽ ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനവും സിനിമാ പ്രദർശനവും ഓഗസ്റ്റ് 22-ന് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽരഹിത വേതനം കൈപ്പറ്റുന്നവർ ഓഗസ്റ്റ് 22, 24 തീയതികളിൽ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരായി വേതനം കൈപ്പറ്റേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽരഹിത വേതനം കൈപ്പറ്റുന്നവർ ഓഗസ്റ്റ് 21, 22 തീയതികളിൽ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരായി വേതനം കൈപ്പറ്റേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ യുവമോർച്ച നേതാവിനെ MSF പ്രവർത്തകർ കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. രക്ഷാബന്ധൻ കിട്ടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് അന്വേഷിക്കാനെത്തിയ യുവമോർച്ച കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി AP ഹരീഷ് കുമാറിനെയാണ് തലയ്ക്ക് കുത്തേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹക്കീം വധം സത്യഗ്രഹ സമരം 100ാം ദിവസത്തിലേക്ക്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. കവുങ്ങുകളിൽ മഹാളി രോഗം പടരുന്നു, അടക്ക കർഷകർ ദുരിതത്തിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.